വെല്ലുന്ന രീതിയിൽ പ്രണയിക്കുന്ന യുവതിയുടെയും കുടുംബത്തിന്റെയും വിശ്വസ്തതയും മതിപ്പും നേടിയെടുക്കാൻ യുവാവും സുഹൃത്തും ചേർന്ന് മെനഞ്ഞ ക്രൂരമായ വാഹനാപകട നാടകം പത്തനംതിട്ടയിൽ പൊളിഞ്ഞിരിക്കുകയാണ്. താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച രക്ഷകൻ എന്ന പരിവേഷം നേടിയെടുക്കാൻ യുവതിയെ കാറിടിച്ചു വീഴ്ത്തിയ യുവാവും ഇതിന് കൂട്ടുനിന്ന സുഹൃത്തും ഒടുവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. കോന്നി മാമൂട് സ്വദേശിയായ രഞ്ജിത്ത് രാജൻ, കോന്നി പയ്യനാമൻ സ്വദേശിയായ അജാസ് എന്നിവരാണ് ഈ വിചിത്രമായ കേസിലെ പ്രതികൾ. ഒരു സാധാരണ വാഹനാപകടം എന്ന നിലയിൽ പോലീസ് ആദ്യം കണ്ട സംഭവമാണ് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ വധശ്രമമായി മാറുകയും പ്രതികളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 24-നാണ് പത്തനംതിട്ട വാഴമുട്ടം ഈസ്റ്റ് ഭാഗത്ത് നാടിനെ നടുക്കിയ ഈ സംഭവം അരങ്ങേറിയത്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു യുവതി. ഈ സമയത്ത് രണ്ടാം പ്രതിയായ അജാസ് കാറിൽ യുവതിയെ പിന്തുടരുകയും ആൾവാസമില്ലാത്ത ഭാഗത്ത് വെച്ച് സ്കൂട്ടറിന്റെ പുറകിൽ കാറിടിച്ച് തെറിപ്പിക്കുകയുമായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ യുവതിയെ സഹായിക്കാതെ അജാസ് കാറുമായി അതിവേഗം സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒന്നാം പ്രതിയായ രഞ്ജിത്ത് മറ്റൊരു കാറിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും പരുക്കേറ്റ് കിടന്ന യുവതിയെ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. ഈ സമയം അത്രയും യുവതിയെ രക്ഷിക്കാൻ തക്ക സമയത്ത് ദൈവദൂതനെ പോലെ എത്തിയ ആളെന്ന നിലയിലാണ് രഞ്ജിത്ത് നാട്ടുകാർക്കും യുവതിയുടെ വീട്ടുകാർക്കും മുന്നിൽ അഭിനയിച്ചത്. ആശുപത്രിയിൽ എത്തിയ ശേഷവും രഞ്ജിത്ത് തന്റെ നാടകം തുടർന്നുകൊണ്ടിരുന്നു. യുവതിയുടെ ബന്ധുവാണെന്നും താനാണ് ഭർത്താവെന്നും ആശുപത്രി അധികൃതരോടും അവിടെ കൂടിയവരോടും രഞ്ജിത്ത് കള്ളം പറഞ്ഞു. യുവതിയുടെ ചികിത്സാ കാര്യങ്ങൾ അമിതമായ താല്പര്യം കാണിക്കുകയും താൻ കൂടെയുള്ളപ്പോൾ പേടിക്കേണ്ടതില്ലെന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രവൃത്തിയിലൂടെ യുവതിയുടെ കുടുംബത്തിന്റെ പൂർണ്ണമായ വിശ്വസ്തത നേടിയെടുക്കുക എന്നതായിരുന്നു രഞ്ജിത്തിന്റെ ലക്ഷ്യം. അപകടം നടന്നയുടൻ താൻ ആ വഴി വരുമ്പോൾ യുവതി വീണു കിടക്കുന്നത് കണ്ട് രക്ഷിച്ചതാണെന്നായിരുന്നു ഇയാൾ നൽകിയ ആദ്യ മൊഴി. എന്നാൽ അപകടം നടന്ന കൃത്യസമയത്ത് തന്നെ രഞ്ജിത്ത് അവിടെ എങ്ങനെ എത്തി എന്ന കാര്യത്തിൽ പത്തനംതിട്ട പോലീസിന് തുടക്കം മുതലേ ചില സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. അപകടമുണ്ടാക്കി നിർത്താതെ പോയ കാർ കണ്ടെത്താനായി പോലീസ് നടത്തിയ വിശദമായ അന്വേഷണമാണ് കേസിൽ പുതിയ വഴിത്തിരിവായത്. പരിസരത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ യുവതിയെ ഇടിച്ച കാറ് രഞ്ജിത്തിന്റെ സുഹൃത്തായ അജാസിന്റേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. തുടർന്ന് അജാസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് പ്രണയത്തിന് വേണ്ടി നടത്തിയ ഈ ആസൂത്രിത ക്രൂരതയുടെ ചുരുൾ അഴിയുന്നത്. രഞ്ജിത്ത് പറഞ്ഞതനുസരിച്ചാണ് താൻ യുവതിയെ കാറിടിച്ച് വീഴ്ത്തിയതെന്ന് അജാസ് പോലീസിനോട് സമ്മതിച്ചു. അപകടമുണ്ടാക്കിയ ശേഷം താൻ മാറിക്കൊള്ളാമെന്നും അപ്പോൾ രഞ്ജിത്ത് വന്ന് രക്ഷാപ്രവർത്തനം നടത്തി നായകനാകുമെന്നുമായിരുന്നു ഇവരുടെ പദ്ധതിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പ്രതിയുടെ മൊബൈൽ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ അപകടം നടക്കുന്നതിന് തൊട്ടു മുമ്പും ശേഷം ഇവർ തമ്മിൽ നിരന്തരം ആശയവിനിമയം നടത്തിയതായിട്ടും തെളിഞ്ഞു. സ്നേഹിക്കുന്ന യുവതിയുടെ മുന്നിൽ സ്വയം ഹീറോ ആയി മാറാനും അവരുടെ കുടുംബാംഗങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാനും വേണ്ടി ഇത്രയും വലിയൊരു അപകടം സൃഷ്ടിച്ച രഞ്ജിത്തിന്റെ രീതി കണ്ട് പോലീസ് പോലും അമ്പരന്ന് പോയി. വാഹനാപകടത്തിൽ യുവതിയുടെ വലുത് കൈക്കൂടെ തെറ്റുകയും ചെറുവിരലിന് പൊട്ടലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. യുവതിയുടെ ജീവനത്തിന് ഭീഷണിയായേക്കാവുന്ന തരത്തിൽ വാഹനം ഉപയോഗിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതിനാൽ നരഹത്യാശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. യുവതിയെ പിന്തുടരുന്നതിനും അപകടം ആസൂത്രണം ചെയ്യുന്നതിനും ഇവർ നേരത്തെ തന്നെ പലതവണ ഗൂഢാലോചന നടത്തിയതായിട്ടും തെളിഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത് മുമ്പ് പലതവണ യുവതിയോട് തന്റെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടായിരുന്നില്ല ലഭിച്ചിരുന്നത്. ഈ വിരോധവും അതേസമയം തന്നെ അവരെ സ്വാധീനിക്കാനുള്ള കുറുക്കു വഴികളുമാണ് ഇങ്ങനെയൊരു അപകട നാടകം ഇവർ തിരഞ്ഞെടുത്തത്. പിടിക്കപ്പെടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു പ്രതികൾ ആശുപത്രിയിലും മറ്റും സജീവമായി നിന്നിരുന്നത്. എന്നാൽ പോലീസിന്റെ സൈബർ സെല്ലും ഷാഡോ ടീമും സംയുക്തമായി നടത്തിയ നീക്കത്തിൽ പ്രതികളുടെ കള്ളം പൊളിയുക തന്നെ ചെയ്തു. സമൂഹ മാധ്യമങ്ങളുടെയും സിനിമകളുടെയും സ്വാധീനത്തിൽ യുവാക്കൾ തെറ്റായ വഴിയിലൂടെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കോന്നിയിലെ ഈ സംഭവം. പ്രണയം നേടാൻ എന്തു ക്രൂരതയും ചെയ്യാമെന്ന മാനസികാവസ്ഥ വളർന്നു വരുന്നത് അപകട കാരണമാണെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. അറസ്റ്റിലായ രഞ്ജിത്തിനെയും അജാസിനെയും പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവത്തിന് ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇത്തരത്തിൽ വ്യാജ അപകടങ്ങൾ സൃഷ്ടിച്ച് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു.